ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/2 കിലോ ചെറുപയർ പരിപ്പ് ഞാനിവിടെ നന്നായി കഴുകി വെള്ളമൊക്കെ നന്നായി വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പം കുക്കറൊന്ന് ചൂടായ ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ കരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് വറുത്തെടുക്കണം. ആദ്യമൊക്കെ വറുത്തെടുക്കാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. പിന്നെ അത് വറവായി വരുന്നതോറും നമുക്ക് ഈസി ആയിട്ട് അത് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചെറുപയർ ഇവിടെ നന്നായി വറവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം, ഏകദേശം ഒരു കപ്പ് നമുക്ക് ഈ പരിപ്പ് മൂടത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് ആ പരിപ്പ് മുങ്ങാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് കുക്കർ മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് എടുക്കുക. ശർക്കരയൊക്കെ ഇവിടെ മെൽറ്റായി വരുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് വേണം ഇത് പരിപ്പിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പരിപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചെറുപയർ പരിപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വെള്ള ശർക്കര ആയതുകൊണ്ട് അത്ര തന്നെ കളറ് കിട്ടൂല. ഇനി ഇത് ഈ ചെറുപയർ പരിപ്പ് ഈ ശർക്കര പാനിയിൽ നിന്ന് ഒന്ന് തിളക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് മധുരമൊക്കെ അതിലേക്ക് പിടിക്കുകയുള്ളൂ. ആ തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1.5 ലിറ്റർ പാലോളം ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് ശർക്കര പാനിയിലൊക്കെ നിന്ന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അതിലൊക്കെ കിടന്ന് അതിൻ്റെ ആ മധുരമൊക്കെ ശരിക്കും അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കട്ടൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കരുത്. അപ്പോൾ നിങ്ങൾക്കിത് ലൂസായി തോന്നുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് ടൈറ്റായിട്ട് വരും. അപ്പോൾ ഞാനിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് തിളപ്പിച്ചെടുക്കണം. അത് തിളച്ച് വരുന്തോറും അത് ടൈറ്റായി വരുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 ഗ്ലാസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റായിട്ട് പായസം കുടിക്കാനായിട്ട്. ഞാനിതിലേക്ക് 1 ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായി തിളച്ച് വരാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റൊക്കെ പോകും. ഇനി നമുക്ക് ഇതൊന്ന് വറവിട്ടെടുക്കാൻ ചെയ്യണം. അതിനായിട്ട്
അതിൻ്റെ നിറമൊക്കെ ഒന്ന് ബ്രൗണിഷ് കളറാകുമ്പോൾ അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതൊന്ന് റെഡിയായി വരുമ്പോൾ നമുക്കതിലേക്ക് മുന്തിരി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇത് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബൗളിലേക്ക് പായസം മാറ്റിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.